ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമേത്? യുറേനിയം 235. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമേത്? യുറേനിയം 235. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള പാലായന പ്രവേഗം എത്ര? ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള പാലായന പ്രവേഗം എത്ര? 11.2 km/s. 11.2 km/s. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള പാലായന പ്രവേഗം എത്ര? 11.2 km/s. ഇന്ത്യയിൽ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത്? ഇന്ത്യയിൽ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത് മധ്യപ്രദേശ്. കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏത്? കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏത്? മഹോദയപുരം. കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏത്? മഹോദയപുരം. സ്ഫടിക മണലിൻ്റെ സമ്പന്ന നിക്ഷേപമുള്ളത് എവിടെയെല്ലാമാണ്? സ്ഫടിക മണലിൻ്റെ സമ്പന്ന നിക്ഷേപമുള്ളത് എവിടെയെല്ലാമാണ്? ആലപ്പുഴ, ചേർത്തല. സ്ഫടിക മണലിൻ്റെ സമ്പന്ന നിക്ഷേപമുള്ളത് എവിടെയെല്ലാമാണ്? ആലപ്പുഴ, ചേർത്തല മേഖല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത്? ലഡാക്ക്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 17. ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം? ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം മുംബൈ ഹൈ. ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം മുംബൈ ഹൈ. ഒന്നാം പഞ്ചവത്സര പദ്ധതികൾ ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ? ഒന്നാം പഞ്ചവത്സര പദ്ധതികൾ ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ? കൃഷി, ജലസേചനം. ഒന്നാം പഞ്ചവത്സര പദ്ധതികൾ ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ? കൃഷി, ജലസേചനം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? 1993. 1993. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കാനുള്ള അവകാശം. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കുവാനുള്ള അവകാശം. വിവരസാങ്കേതിക നിയമം പാസാക്കിയതപ്പോൾ? വിവരസാങ്കേതിക നിയമം പാസാക്കിയതപ്പോൾ? 2000. വിവരസാങ്കേതിക നിയമം പാസാക്കിയതപ്പോൾ? 2000. വിവരാവകാശ നിയമം നിലവിൽ വന്നതപ്പോൾ? വിവരാവകാശ നിയമം നിലവിൽ വന്നതപ്പോൾ? 2005. വിവരസാങ്കേതിക നിയമം പാസാക്കിയതപ്പോൾ? 2000. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനം. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശിക തത്വങ്ങളിൽ.
ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസം. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിന്റെ നേതാവാര്? കുറിച്യ കലാപത്തിന്റെ നേതാവാര്? രാമൻ തമ്പി. കുറിച്യ കലാപത്തിന്റെ നേതാവാര്? രാമൻ തമ്പി. ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയർ ഇന്ധനമേത്? യുറേനിയം 235. ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിലേക്കുള്ള പാലായന പ്രവേഗം എത്ര? 11.2 km/s. ഇന്ത്യയിൽ ഏറ്റവും വലിയ വനപ്രദേശമുള്ളത്? മധ്യപ്രദേശ്. കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏത്? മഹോദയപുരം. സ്ഫടിക മണലിന്റെ സമ്പന്ന നിക്ഷേപമുള്ളത് എവിടെയെല്ലാമാണ്? ആലപ്പുഴ, ചേർത്തല മേഖല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത്? ലഡാക്ക്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം? കവരത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 17. ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം? മുംബൈ ഹൈ. ഒന്നാം പഞ്ചവത്സര പദ്ധതികൾ ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ? കൃഷി, ജലസേചനം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതപ്പോൾ? 1993. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കുവാനുള്ള അവകാശം. വിവര സാങ്കേതിക നിയമം പാസാക്കിയതപ്പോൾ? 2000. വിവരാവകാശ നിയമം നിലവിൽ വന്നതപ്പോൾ? 2005. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാര്? ദാദാഭായ് നവറോജി. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ലാഹോർ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? വിദ്യാഭ്യാസം. മലബാറിൽ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ? വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യ കലാപത്തിന്റെ നേതാവാര്? രാമൻ തമ്പി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.